Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പയ്യന്നൂരിന് സമീപം എടാട്ട് ദേശീയപാതയിൽ സ്വർണ്ണ വ്യാപാരിയും കുടുംബവും സഞ്ചരിച്ച കാർ തടഞ്ഞ 25 ഗ്രാം സ്വർണം കവർന്നു. യാത്രക്കാരെ ഇറക്കിവിട്ട് കാർ തട്ടിക്കൊണ്ടുപോയ സംഘം 5 കിലോമീറ്ററിനപ്പുറം പിലാത്തറ കോഓപ്പറേറ്റീവ് കോളേജ് റോഡിന് സമീപം വിജനമായ പ്രദേശത്തെത്തിച്ച് കാർ പൂർണ്ണമായും തകർത്തു. ചൊവ്വാഴ്ച പുലർച്ചെ 4 മണിയോടെ എടാട്ട് കണ്ടങ്ങാട്ട് സ്റ്റോപ്പിന് സമീപമാണ് നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത്. തലശ്ശേരിയിൽ താമസിച്ചു വരുന്ന കുമാർ ജിലിന്ദർ സിംഗവും കുടുംബവുമായിരുന്നു കാറിലുണ്ടായിരുന്നത്. കാർ ഓടിച്ചിരുന്നത് മഹാരാഷ്ട്ര സ്വദേശി സച്ചിനായിരുന്നു. കുമാർ ജിലിന്ദർ നിഗം പെരിന്തൽമണ്ണയിൽ ASK ഗോൾഡ് വർക്ക്സ് ഉടമയാണ്. 2 കാറുകളിലായി എത്തിയ സംഘം കുമാർ ജിലിന്ദറും ഭാര്യയും 2 മക്കളും ഡ്രൈവറും അടങ്ങിയ കാർ തടഞ്ഞു നിർത്തി കാറിൽ നിന്ന് ഒരു കുട്ടിയെ തട്ടിയെടുത്തതായി പറയുന്നു. ഇത് കണ്ട കുമാർ ജിലിന്ദറും ഡ്രൈവറും പുറത്തിറങ്ങി. ഈ സമയത്ത് കുട്ടിയെ അവർക്ക് കൈമാറി കാറുമായി കടന്നുകളയുകയായിരുന്നു. 1 കിലോമീറ്റർ അകലെ കാറിലുണ്ടായിരുന്ന കുമാർ ജിലിന്ദറിന്റെ ഭാര്യയെയും മറ്റേ കുട്ടിയെയും ഇറക്കിവിട്ടു. പിന്നീട് ഇവർ പയ്യന്നൂരിൽ നിന്ന് തലശ്ശേരിയിലെത്തി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. തലശ്ശേരി ചിറക്കരയിൽ താമസിക്കുന്ന മഹാരാഷ്ട്ര സ്വദേശി അശോക് യശ്വന്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് തകർത്ത കാർ. പിലാത്തറ കോഓപ്പറേറ്റീവ് കോളേജിന് സമീപത്തെ ഒഴിഞ്ഞ പറമ്പിലെത്തിച്ചാണ് കാർ അടിച്ചു തകർത്തത്. ചോര ഒഴുകി കട്ടപിടിച്ച പാടുകൾ കണ്ടെത്തിയത് ദുരൂഹത പരത്തി. കാറിലുണ്ടായിരുന്നവർക്ക് പരിക്കില്ലാത്തതിനാൽ കാർ തട്ടിയെടുക്കുമ്പോൾ അക്രമി സംഘത്തിലാർക്കെങ്കിലും മുറിവേറ്റിരിക്കാമെന്നാണ് പോലീസ് നിഗമനം. കാറിൽ രഹസ്യ അറകളുണ്ടോ എന്ന് പരിശോധിക്കാനാണ് പൂർണ്ണമായും തകർത്തതെന്ന് കരുതുന്നു. കാറിലുണ്ടായിരുന്ന സ്ത്രീയുടെയും കുട്ടികളുടെയും വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള യാത്രാ സാധനങ്ങൾ പൂർണ്ണമായും പുറത്ത് വാരിവലിച്ചിട്ട നിലയിലാണ്. രാവിലെ കോളേജ് സെക്യൂരിറ്റി ജീവനക്കാരനാണ് ദുരൂഹ സാഹചര്യത്തിൽ കാർ കണ്ടത്. ഞാൻ അടുത്ത കോളേജിലെ സെക്യൂരിറ്റിയാണ്. അപ്പോൾ ഞാൻ രാവിലെ ആ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്താണ് ഇങ്ങനെ കാർ കണ്ടത്. അപ്പോൾ എല്ലാം വലിച്ചു വാരി ഇട്ട രീതിയിലാണ് ഉണ്ടായി. അപ്പോൾ ചെറിയ ചോരക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഞാൻ കോളേജ് സെക്യൂരിറ്റി എന്ന നിലയിൽ ഞാൻ എടുത്ത കോളേജിൻ്റെ ആളറിയിക്കുമായിരുന്നു. അങ്ങനെ പോലീസും കാര്യമെല്ലാം എത്തിയിട്ടുണ്ട്. തുടർന്ന് കോളേജ് അധികൃതരാണ് പരിയാരം മെഡിക്കൽ കോളേജ് പോലീസിനെ വിവരമറിയിച്ചത്. പോലീസ് എത്തി പരിശോധന നടത്തി വരുന്നതിനിടയിലാണ് തലശ്ശേരി സ്റ്റേഷനിൽ പരാതിയുള്ള വിവരം അറിയുന്നത്. തുടർന്ന് പരാതിക്കാരെ വിളിച്ചു വരുത്തിയ പരിയാരം പോലീസ് വിശദമായ മൊഴി രേഖപ്പെടുത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചെറുവത്തൂർ ടൗണിൽ പോലീസ് ജീപ്പും കാറുകളും യുവാവ് അടിച്ചു തകർത്തു. തിങ്കളാഴ്ച അർദ്ധരാത്രി ചെറുവത്തൂർ ദേശീയപാതയിലെ നിർമ്മാണത്തിലിരിക്കുന്ന മേൽപ്പാലത്തിന് സമീപമാണ് സംഭവം. ലോറി ഡ്രൈവർ പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയായ യുവാവ് അറസ്റ്റിൽ. തിങ്കളാഴ്ച അർദ്ധരാത്രിയാണ് ദേശീയപാതയിലെ ചെറുവത്തൂർ ടൗണിൽ പോലീസ് ജീപ്പ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ യുവാവ് അടിച്ചു തകർത്തത്. പോലീസ് വാഹനം ഓടിച്ച സിവിൽ പോലീസ് ഓഫീസർ K സരീഷിന് അക്രമത്തിൽ കൈക്ക് പരിക്കേറ്റു. പോലീസ് ജീപ്പും 2 സ്വകാര്യ കാറുകളുമാണ് തകർത്തത്. സംഭവത്തിൽ പാലക്കാട് മണ്ണാർക്കാട് മെഴുക്കുംപാറ സ്വദേശി P അൻഷാദിനെ ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്തു. തിങ്കളാഴ്ച അർദ്ധരാത്രി 12:45ഓടെ ചെറുവത്തൂർ ദേശീയപാതയിലെ നിർമ്മാണത്തിലിരിക്കുന്ന മേൽപ്പാലത്തിന് സമീപമാണ് സംഭവം. കാറുകൾ തകർക്കുന്ന വിവരം ലഭിച്ച് ടൗണിലേക്ക് എത്തിയ പോലീസ് ജീപ്പിന്റെ മുൻവശത്തെ ഗ്ലാസ് ഇരുമ്പുപടി ഉപയോഗിച്ച് ഇയാൾ അടിച്ചു തകർക്കുകയായിരുന്നു. പോലീസ് ഡ്രൈവർ വേഗത്തിൽ ജീപ്പ് മുന്നോട്ടെടുക്കവെയാണ് അക്രമിയുടെ അടിയിൽ കൈക്ക് പരിക്കേറ്റത്. പാലക്കാട് നിന്ന് സിമന്റ് കയറ്റി വന്ന ലോറി ഡ്രൈവറായ യുവാവ് മദ്യലഹരിയിലാണ് അക്രമം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. വധശ്രമവും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തലും ഉൾപ്പെടെ വിവിധ വകുപ്പുകളിലാണ് പോലീസ് കേസെടുത്തത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാട്ടൂൽ തെക്കുംപാട് സ്വദേശി ഷാർജയിൽ കുത്തേറ്റു മരിച്ചു. തെക്കുംപാട് സ്വദേശിയും പഴയങ്ങാടി നെരുവമ്പ്രത്തെ താമസക്കാരനുമായ ഇസ്മയിൽ പൊന്നനാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവർ പഴയങ്ങാടി, മാട്ടൂൽ സ്വദേശികളാണ്. മാട്ടൂൽ തെക്കുംപാട് സ്വദേശി ഷാർജയിൽ കുത്തേറ്റു മരിച്ചു. തെക്കുംപാട് സ്വദേശിയും പഴയങ്ങാടി നെരുവമ്പ്രത്തെ താമസക്കാരനുമായ 40 വയസ്സുകാരൻ ഇസ്മയിൽ പൊന്നനാണ് മരിച്ചത്.
സോഷ്യൽ മീഡിയയിൽ കൂടി ഉണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഞായറാഴ്ചയാണ് കൊലപാതകം നടന്നതെന്ന് കരുതുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവർ പഴയങ്ങാടി മാട്ടൂൽ സ്വദേശികളാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. 2026 വർഷത്തെ KO പ്രശാന്ത് മെമ്മോറിയൽ മീഡിയ അവാർഡ് പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനൽ സീനിയർ വിഷ്വൽ എഡിറ്റർ സുജിത്ത് UM ഏറ്റുവാങ്ങി. തെരുവിലെ ക്രിസ്തുമസ് കാഴ്ചകൾ എന്ന ക്രിസ്തുമസ് സ്റ്റോറിയാണ് അവാർഡിന് അർഹമായത്. 2026 വർഷത്തെ KO പ്രശാന്ത് മെമ്മോറിയൽ മീഡിയ അവാർഡ് പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനൽ സീനിയർ വിഷ്വൽ എഡിറ്റർ സുജിത്ത് UM ഏറ്റുവാങ്ങി. നെറ്റ്വർക്ക് ചാനൽ സംപ്രേഷണം ചെയ്ത വാർത്താ സ്റ്റോറിയായ തെരുവിലെ ക്രിസ്മസ് കാഴ്ചകൾ എന്ന സ്റ്റോറിയാണ് അവാർഡിന് അർഹമായത്. കേരള ഫോക്ലോർ അക്കാദമിയുടെ 2022 ഏറ്റവും നല്ല ഡോക്യുമെന്ററിക്കുള്ള അവാർഡിന് അർഹമായിരുന്ന കൈതയും ദളിതരും പിന്നെ ചാമുണ്ടിയും എന്ന ഡോക്യുമെന്ററിയുടെ എഡിറ്ററും സുജിത്തായിരുന്നു. പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായ M. സുകുമാർജിയായിരുന്നു ഇതിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മുടികൾക്കും പിന്നിൽ ഒരു വലിയ അതിജീവനത്തിന്റെ കഥയുണ്ട്. ഒപ്പം കണ്ടില്ലെന്ന് നടിക്കാനാവാത്ത ഒരുപാട്. കുട്ടികളിൽ സഹജീവി സ്നേഹവും കാരുണ്യവും വളർത്താൻ ഇളം തളിരും പുസ്തകത്തണലും പദ്ധതിയുമായി കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത്. പദ്ധതിയുടെ ഉദ്ഘാടനം കൂക്കാനം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളിൽ സഹജീവി സ്നേഹവും കാരുണ്യവും വളർത്താൻ ഇളം തളിരും പുസ്തകത്തണലും പദ്ധതിയുമായി കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത്. പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കമായ ജൂൺ 1 പ്രവേശനോത്സവത്തോടനുബന്ധിച്ചാണ് കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിൽ വ്യത്യസ്തമായ പദ്ധതിക്ക് തുടക്കമിട്ടത്. പഞ്ചായത്തിലെ മുഴുവൻ കുട്ടികളെയും വിദ്യാലയ പരിസരത്തിലെ ഗ്രന്ഥാലയങ്ങളിൽ അംഗങ്ങളാക്കി വായനാശീലം വളർത്തുക എന്നതാണ് ലക്ഷ്യം. കൂക്കാനം ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ച് പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടന്നു. കരിവള്ളൂർ പെരളം പഞ്ചായത്തിനകത്തെ മുഴുവൻ സ്കൂളുകളിലും പ്രവേശനോത്സവം അതിഗംഭീരമായി സംഘടിപ്പിക്കുന്നതോടൊപ്പം തന്നെ പഞ്ചായത്ത് വേറിട്ടൊരു പരിപാടിക്ക് കൂടി ഈ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് തുടക്കം കുറിച്ചു. പഞ്ചായത്തിൻ്റെ അധീനതയിൽ വരുന്ന എല്ലാ സ്കൂളുകളിലെ കുട്ടികളെയും അവരവരുടെ പ്രദേശത്തെ ഗ്രന്ഥാലയങ്ങളിൽ അംഗങ്ങളാക്കുക എന്ന് പറയുന്ന വായനയെ വളർത്താൻ ആവശ്യമായിട്ടുള്ള അതിവിപുലമായിട്ടുള്ള ഒരു ക്യാമ്പയിന് ഈ പ്രവേശനത്തോടൊപ്പം തുടക്കം കുറിക്കുകയാണ് ചെയ്യുന്നത്. ഇനി വരുന്ന നാളുകളിൽ മുഴുവൻ കുട്ടികൾക്കും അതത് ഗ്രന്ഥാലയങ്ങളിൽ നിന്ന് പുസ്തകങ്ങൾ അവർക്ക് വിതരണം ചെയ്യാനും ആ വിതരണം ചെയ്ത പുസ്തകങ്ങളെ സംബന്ധിച്ച് അവർക്ക് കൊടുക്കുന്ന നോട്ട് ബുക്കിൽ അതിൻ്റെ ആസ്വാദന കുറിപ്പ് പ്രത്യേകം എഴുതി തയ്യാറാക്കാനും അത് ഓരോ സ്കൂളിലെയും അധ്യാപകർ അത് പരിശോധിക്കാനും കുട്ടികൾ പുസ്തകം വായിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുമുള്ള ഒരു മോണിറ്ററിംഗ് സംവിധാനം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഏർപ്പാടാക്കിയിട്ടുണ്ട്. LSS പരീക്ഷയിൽ മികച്ച മാർക്ക് വാങ്ങി ഉന്നത വിജയം കൈവരിച്ച സന്മയി കൃഷ്ണ MVക്ക് മെമ്പർഷിപ്പ് നൽകിക്കൊണ്ടാണ് കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചത്. ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വരുൺ ചന്ദ്രൻ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവേശനോത്സവം നടന്ന മുഴുവൻ സ്കൂളുകളിലും ഗ്രന്ഥശാല പ്രവർത്തകരുടെ സജീവ പങ്കാളിത്തത്തോടെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. പദ്ധതിയുടെ തുടർച്ചയെന്നോണം പഞ്ചായത്ത് തലത്തിൽ വിപുലമായ വായനാ മത്സരങ്ങളും സംഘടിപ്പിക്കും. അതോടൊപ്പം കുട്ടികളിൽ വായനാഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുന്ന കുട്ടികളെ കണ്ടെത്തി നല്ല വായനക്കാരനെ തിരഞ്ഞെടുക്കലും നടക്കും. റീലുകളുടെയും ലൈക്കുകളുടെയും ഷെയറുകളുടെയും ലോകത്ത് പൂട്ടിയിടപ്പെട്ട് വായന നഷ്ടപ്പെട്ട ഒരു തലമുറയെ തിരികെ പിടിക്കുകയും അതുവഴി ഉൾക്കാമ്പും നന്മയും നിറഞ്ഞ ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നതുകൂടിയാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ഈ വർഷത്തെ പുരസ്കാര പ്രഖ്യാപനത്തിൽ ഇരിണാവിന് ഇരട്ടി മധുരം. നാടൻ കലാരംഗത്ത് ശ്രദ്ധേയ സംഭാവനകൾ നൽകിയ ഇരിണാവിലെ 2 സുഹൃത്തുക്കളായ ഒരേപോലെ പേരുള്ള PP രാഘവന്മാരാണ് ഫോക്ലോർ അക്കാദമിയുടെ അവാർഡിന് അർഹരായത്. നാമങ്ങൾ പാടിയാടുവാൻ വാസുദേവനിവരമരുതലികവാസിച്ചെപ്പോഴും നന്നായി വരുത്തണമെനുദിനമെനിക്ക് മുകുന്ന ഗോവിന്ദ. ഇരിണാവ് കൂർമ്പക്കാവുമായി ബന്ധപ്പെട്ട് പതിറ്റാണ്ടുകളായി പൂരക്കളി അവതരിപ്പിച്ചു വരുന്ന PP രാഘവനാണ് പൂരക്കളി വിഭാഗത്തിൽ അവാർഡ് നേടിയത്. ഉത്തര കേരളത്തിലെ വിവിധ കാവുകളിലും ക്ഷേത്രങ്ങളിലുമായി പൂരക്കളി അവതരിപ്പിച്ച് കലാരംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനാണ് അദ്ദേഹം. ഇന്നും പൂരക്കളി രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന PP രാഘവന് നിരവധി ശിഷ്യന്മാരുണ്ട്. ഈ അംഗീകാരം പൂരക്കളി കലാരംഗത്തിന് ലഭിച്ച വലിയ പ്രോത്സാഹനമാണ്. ചെറുപ്പം മുതൽ ഈ കലാരംഗത്താണ് പ്രവർത്തിക്കുന്നത്. അവാർഡ് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് PP രാഘവൻ പറഞ്ഞു. പൂരക്കളി ഏകദേശം 68 വർഷത്തോളായി
ശ്രീകുടുംബക്കാവിൽ, പിന്നെ ഊരാത്ത് പുതിയ ക്ഷേത്രത്തിൽ, പാപ്പനശ്ശേരി പുതിയ കാവൽ, പിന്നെ നമ്മുടെ പൂമാലക്കാവിൽ, പിന്നെ നണി പുതിയ ക്ഷേത്രം, ഇങ്ങനെ പല കണ്ണവരം പുതിയ കാവിൽ, ഇങ്ങനെ പല ക്ഷേത്രങ്ങളിലും പോയിട്ട് കഴിച്ചിട്ടുണ്ട്. കാവിലെ പാട്ട് വിഭാഗത്തിലാണ് ഇദ്ദേഹത്തിന്റെ സുഹൃത്തായ പി രാഘവൻ ഫോക്ലോർ അക്കാദമി പുരസ്കാരം സ്വന്തമാക്കിയത്. ചെറുപ്പം മുതൽ കാവിലെ പാട്ട് രംഗത്ത് സജീവമായ നിരവധി ശിഷ്യന്മാരുണ്ട് ഇദ്ദേഹത്തിന്. കാവിലെ പാട്ടിൻ്റെയിലാണ് അവാർഡ് കിട്ടിയത്. പിന്നെ ഞാനൊരു 10 വയസ്സിൽ പാടാൻ തുടങ്ങി കാവിലെ പാട്ട്. ഈ ശ്രീകുടുംബക്കാവ് തന്നെ പാടിയത് 10ാമത്തെ വയസ്സിൽ. ഇപ്പം എനിക്ക് 70 വയസ്സായി. പരമ്പരാഗത കലാരൂപങ്ങളുടെ സംരക്ഷണത്തിനും പ്രചാരണത്തിനുമായി ഇരുവരും വർഷങ്ങളായി നടത്തുന്ന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായാണ് ഈ പുരസ്കാരം വിലയിരുത്തപ്പെടുന്നത്. അവാർഡ് നേട്ടത്തിന്റെ സന്തോഷം പങ്കുവച്ച് പൂരക്കളിക്കല അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇരുവരെയും അനുമോദിച്ചു. ചടങ്ങിൽ എം വിജിൻ MLA ഉപഹാരങ്ങൾ സമർപ്പിച്ച് ആദരിച്ചു. നാടൻ കലാരംഗത്ത് ഇരണാവിന്റെ അഭിമാനമായി മാറിയ ഈ 2 സുഹൃത്തുക്കൾക്ക് നാട്ടുകാരും കലാസ്നേഹികളും അഭിനന്ദനങ്ങൾ നേർന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് CDSന്റെ ആഭിമുഖ്യത്തിൽ ചക്ക മാമ്പഴ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കരിവെള്ളൂർ A1 ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് CDSന്റെ ആഭിമുഖ്യത്തിൽ ചക്ക മാമ്പഴ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കരിവെള്ളൂർ A1 ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രമേശൻ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ P നിഷ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് RK സുധാമണി, VV പ്രദീപൻ, K സജിനി, P വിജയകുമാർ, E പ്രഭാവതി, MSc നാരായണൻ മാസ്റ്റർ, സന്ദീപ് മോഹൻ, അജിത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പാഴായി പോകുന്ന ചക്കയിൽ നിന്നും മാങ്ങയിൽ നിന്നും പപ്പടം മുതൽ ഷെയ്ക്ക് വരെയുള്ള വിഭവങ്ങൾ ഒരുക്കി മാതൃകയാവുകയാണ് കരിവെള്ളൂർ പെരളം CDS. ഇവയിൽ നിന്ന് 150ഓളം വിഭവങ്ങളാണ് കുടുംബശ്രീ പ്രവർത്തകർ തയ്യാറാക്കിയത്. പാഴായി പോകുന്ന ചക്കയിൽ നിന്നും മാങ്ങയിൽ നിന്നും പപ്പടം മുതൽ ഷെയ്ക്ക് വരെയുള്ള വിഭവങ്ങൾ ഒരുക്കി മാതൃകയാവുകയാണ് കരിവെള്ളൂർ പെരളം CDS. ഷെയ്ക്ക്, പപ്പടം, കട്ട്ലറ്റ്, പായസം, അട, കേക്ക് തുടങ്ങി 150ഓളം വിഭവങ്ങളാണ് ചക്ക മാമ്പഴ ഫെസ്റ്റിൽ ഒരുക്കിയത്. ഇതര നാടുകളിൽ നിന്നും വരുന്ന പഴങ്ങളും ഫാസ്റ്റ് ഫുഡ് ശീലങ്ങളും വലിയ വില കൊടുത്ത് വാങ്ങുന്ന ശീലമുള്ള നമുക്ക് ഫെസ്റ്റിലെ രുചികരമായ വിഭവങ്ങൾ വേറിട്ട രുചിയാണ് സമ്മാനിച്ചത്. ഒരു നാടിന് എങ്ങനെ സ്വന്തം നാട്ടിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ കൊണ്ട് സ്വയം പര്യാപ്തമാകാമെന്നും ഫെസ്റ്റ് വിളിച്ചോതി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാർക്ക് ഇലക്ട്രോണിക് വീൽചെയറുകൾ വിതരണം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാർക്ക് ഇലക്ട്രോണിക് വീൽചെയറുകൾ വിതരണം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് ഉദ്ഘാടനം ചെയ്തു. 17 പേർക്ക് വിവിധങ്ങളായ ഉപകരണങ്ങൾ 2 മാസം മുമ്പ് കൊടുത്തു. അതിൻ്റെ ബാക്കിയായി വന്ന പണം ഉപയോഗിച്ചാണ് 3 പേർ, ഗോകുലനും വർഗീസേട്ടനും സുജ മേഡത്തിന് നമ്മൾ ഈ ഇലക്ട്രിക് വീൽ ചെയർ കൊടുക്കുന്നത്. സാധാരണ വീൽ ചെയർ അവർക്കുണ്ട്, അത് കൈകൊണ്ട് ഉന്തിക്കൊണ്ട് പോകേണ്ട കുറച്ച് പ്രയാസമുള്ളതാണ്. എന്നാൽ ഇലക്ട്രിക് വീൽ ചെയർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ഓണാക്കിയാൽ തന്നെ ചലിക്കും. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വീൽചെയറുകൾ വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P അനസൂയ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KG ബിന്ദുമോൾ, T വിജയൻ, PV ചന്ദ്രൻ, ധനഞ്ജയൻ, വിഭാവി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ പെരളത്ത് സാമൂഹ്യവിരുദ്ധർ മാലിന്യം തള്ളി. റോഡിൽ തന്നെ ഉപേക്ഷിച്ച മാലിന്യം നാട്ടുകാരെയും യാത്രക്കാരെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാഴ്ത്തി. കരിവെള്ളൂർ പെരളത്ത് സാമൂഹ്യവിരുദ്ധർ മാലിന്യം തള്ളി. പ്രാന്തൻചാൽ പെരളം റോഡിൽ കൂവച്ചേരിയിലാണ് മാലിന്യം തള്ളിയിരിക്കുന്നത്. റോഡിൽ തന്നെ ഉപേക്ഷിച്ച മാലിന്യം നാട്ടുകാരെയും യാത്രക്കാരെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖല കൂടിയാണിത്. ജൈവ അജൈവ മാലിന്യങ്ങളാണ് ഉപേക്ഷിച്ചിട്ടുള്ളത്. പഞ്ചായത്തിൽ വിവരമറിയിച്ചതായി പ്രദേശവാസികൾ പറഞ്ഞു. നമ്മളിന്ന് രാവിലെ നടക്കാൻ പോകുന്ന ആൾക്കാരാണിത് വിളിച്ച് കാണിച്ചു തന്നിട്ടുള്ളത്. ഒരുപാട് വേസ്റ്റ് ഭക്ഷണ സാധനങ്ങളാണ് ഇവിടെ കൊണ്ടിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർ തിങ്ങിപ്പാർക്കുന്നൊരു ജനവാസ കേന്ദ്രമാണ്.
അപ്പോൾ ആ പരിസരത്ത് ഇങ്ങനെയുള്ള ദ്രോഹങ്ങൾ ചെയ്യുന്നത് നിർത്തലാക്കണം എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ബന്ധപ്പെട്ട അധികാരികളിന് ശക്തമായ നടപടിയെടുക്കണം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. തൃക്കരിപ്പൂർ തലിച്ചാലം കമ്മ്യൂണിറ്റി ഹാൾ ഡോക്ടർ BR അംബേദ്കർ വായനശാല ഗ്രന്ഥാലയത്തിൽ ലൈബ്രറി സംവിധാനമൊരുക്കുന്നതിന്റെ ഭാഗമായി നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പുസ്തകങ്ങളും അലമാരിയും നൽകി. കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM മീനാകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു. 1.5 ലക്ഷം രൂപയുടെ പുസ്തകങ്ങളും അലമാരയും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിലാണ് അനുവദിച്ചത്. സാഹിത്യം, ബാലസാഹിത്യം ഉൾപ്പെടെയുള്ള 634 പുസ്തകങ്ങളാണ് വായനശാലയ്ക്ക് പദ്ധതിയിലൂടെ ലഭിച്ചത്. കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM മീനാകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P. രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം TV ഹരീഷ്, ലൈബ്രറി കൗൺസിൽ താലൂക്ക് നിർവാഹക സമിതി അംഗം VK രതീശൻ, അംബേദ്കർ ഗ്രന്ഥാലയം പ്രസിഡന്റ് P. വസന്തൻ, ചൈതന്യ ക്ലബ്ബ് പ്രസിഡന്റ് P. ബാലകൃഷ്ണൻ, M. കവിത എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയുടെയും TB യൂണിറ്റ് പയ്യന്നൂരിന്റെയും നേതൃത്വത്തിൽ എക്സ്റേ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ദേശീയ ക്ഷയരോഗ നിവാരണ പരിപാടിയുടെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി, പയ്യന്നൂർ TB യൂണിറ്റ് എന്നിവയുടെ നേതൃത്വത്തിൽ ദേശീയ ക്ഷയരോഗ നിവാരണ പരിപാടിയുടെ ഭാഗമായി കൗവായി ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് എക്സ്റേ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ ഫായിസ് കൗവായി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മോഹനൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ AV സന്തോഷ് കുമാർ, നിതീഷ് കുമാർ S, സുനിത K, N ആതിര തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വിദ്യാർത്ഥികളും തൊഴിലാളികളും ചേർന്ന് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചു. പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 95-ന്റെയും റെയിൽവേ എൻവയോൺമെന്റ് ആൻഡ് ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിന്റെയും നേതൃത്വത്തിലാണ് ശുചീകരണം നടത്തിയത്. പരിസ്ഥിതി ബോധവൽക്കരണ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങളും പരിസ്ഥിതി സന്ദേശ പ്രചരണ ഫ്ലാഷ് മോബ്, പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ എന്നിവയും നടന്നു. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെയും വിവിധ പാർക്കിംഗ് ഏരിയകളിലെയും മാലിന്യങ്ങൾ ഉൾപ്പെടെ ശുചീകരിച്ച് നീക്കം ചെയ്തു. പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 95-ന് കീഴിലുള്ള 30-ൽ പരം വോളണ്ടിയർമാരും റെയിൽവേ ക്ലീനിംഗ് വിഭാഗത്തിലെ 12 പേരും ശുചീകരണ പ്രവർത്തനങ്ങളിലും അവബോധ പരിപാടികളിലും പങ്കാളികളായി. റെയിൽവേ ചീഫ് ഹെൽത്ത് ഇൻസ്പെക്ടർ VN പ്രമോദ് പരിസ്ഥിതി ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കോളേജ് NSS പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ TK ജയരാജ് അധ്യക്ഷത വഹിച്ചു. റെയിൽവേ കമേഴ്സ്യൽ സൂപ്രണ്ട് സന്തോഷ് കുമാർ ബൻസാൽ, സ്റ്റേഷൻ മാസ്റ്റർ TK പ്രവീൺ കുമാർ എന്നിവർ സംസാരിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് NSS യൂണിറ്റ് സെക്രട്ടറി ആര്യൻ രാജുവിന്റെ നേതൃത്വത്തിലുള്ള വളണ്ടിയർമാരും ക്ലീനിംഗ് സൂപ്പർവൈസർ പ്രീതാക്ഷന്റെ നേതൃത്വത്തിലുള്ള ശുചീകരണ തൊഴിലാളികളുമാണ് പങ്കാളികളായത്. ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത NSS വളണ്ടിയർമാർക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പിലാത്തറ UP സ്കൂളിൽ വിവിധ പരിപാടികളോടെ ജൂൺ 1-ന് പ്രവേശനോത്സവം നടത്തി. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C. രത്നവല്ലി ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C. രത്നവല്ലി പ്രവേശനോത്സവ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് M. മകേഷ് അധ്യക്ഷത വഹിച്ചു. K. മഹേഷ് കുമാർ, K. ചിത്രലേഖ, ധന്യലക്ഷ്മി, P. നൂർദീൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ പരിചയപ്പെടുത്തലും വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.